Take your Hindi textbook. ഇനി എവിടെയാണ് പറയേണ്ടത്? എന്താണ് 16th ലെസൺ ആണോ പറയേണ്ടത്? 15th കഴിഞ്ഞോ? 15th കഴിഞ്ഞു മിസ്സേ. 15th കഴിഞ്ഞ് അതിന്റെ ചെയ്യേണ്ടത് 16th ചാപ്റ്റർ. ഓക്കെ. ദീപ് ആശാ കെ ജലാവോ. നമുക്ക് അതും കൂടി തീർക്കാം അല്ലേ? സമാധാനത്തിൽ ഇരിക്കാലോ. ഇത് ചാപ്റ്റർ തീർന്നു വെച്ചിട്ട് പഠിക്കാതിരിക്കല്ലേ. ഞാൻ മിസ് ഓരോരോ പാഠം റിവിഷൻ പറയും. അപ്പോൾ പഠിച്ചിട്ട് വരണം. അടിയുണ്ടാവും, ഇമ്പോസിഷൻ ഉണ്ടാവും, എല്ലാം കൂടി കൂട്ടി കലങ്ങിയതായിരിക്കും. സെമസ്റ്ററിന്റെ ഒരു സെമസ്റ്റർ മൊത്തം നമ്മൾ റിവൈസ് ചെയ്ത് തീർക്കും. അല്ല, ഒന്നുകൂടി നമുക്ക് എല്ലാ ലെസണും കൂടി ഒന്നും കൂടി നമുക്ക് ചെയ്യണം. വീണ്ടും പറയും ഓരോരോ പാഠം. അല്ല, ബാക്കിൽ നിന്ന് അങ്ങോട്ട് മുന്നോട്ട് പോവാം. ഓക്കെ. അപ്പം റെഡി ആയിട്ട് തന്നെ വരിക, പഠിച്ചിട്ട് തന്നെ വരിക, എക്സാമിന് വേണ്ടി പഠിച്ചിട്ട് തന്നെ വരിക. ദീപ് ആശാ കെ ജലാവോ, ലൈറ്റ് ദി ലാംപ്സ് ഓഫ് ഹോപ്പ്. कविता का परिचय. आशा का संदेश देती इस कविता में कठिन परिस्थितियों में भी धैर्यपूर्वक सत्पथ पर बढ़ते हुए मंजिल तक पहुंचने का स्वर मुखरित हुआ है. എന്താ പറഞ്ഞേ? ഈ കവിതയിലൂടെ നമുക്ക് ആശ എന്ന് പറഞ്ഞാൽ എന്താണ്? ആശ, പ്രത്യാശ, നിരാശ, അങ്ങനെ കുറെ ആശമാരുണ്ടല്ലേ. ആശ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ആഗ്രഹം ഉണ്ടാവില്ലേ? അത് തന്നെയാണ്. അപ്പൊ അങ്ങനെയുള്ള എന്താണ്, എത്ര ബുദ്ധിമുട്ട് വന്നാലും അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു ആഗ്രഹം നിറവേറ്റാൻ വേണ്ടി എത്ര ബുദ്ധിമുട്ടുകൾ സഹിച്ചിട്ടും നമ്മളെ ആ ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതാണ് എന്ത്, ഈ കവിത നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. റസീൻ, ഹൗ ആർ യു? റസീനെ കുറെ നാളെയോ കാണാത്തെ. അഫ്രാസ്. ഓക്കെ, മിസ്സിന് അങ്ങോട്ടും ഇങ്ങോട്ടും പേര് മാറി. അഫ്രാസ്, സുഖാണോ? സുഖാണല്ലേ. ഓക്കെ, നോക്കുക. कविता का उद्देश्य कठिन परिस्थितियों में भी आशावान रखने तथा सच्चाई के रास्ते पर चलते हुए राष्ट्र का गौरव बढ़ाने की प्रेरणा देना. എന്താ പറഞ്ഞേ? കഠിന പരിസ്ഥിതി പറഞ്ഞാല് വിഷമഘട്ടങ്ങൾ അല്ലേ, ബുദ്ധിമുട്ടുകൾ നേരിടുന്നത്, ചുറ്റുപാടുകള്. आशावान रखने तथा सच्चाई के रास्ते पर चलते हुए राष्ट्र का गौरव बढ़ाने की प्रेरणा देना. നമ്മൾ എന്താഗ്രഹമാണോ നിറവേറ്റാൻ പോകുന്നത്, ആ ആഗ്രഹം നിറവേറ്റുന്നത് യഥാർത്ഥത്തിലെ സത്യമായ വഴിയിലൂടെ ആയിരിക്കണം, സത്യസന്ധതയിലൂടെ ആയിരിക്കണം നമ്മൾ ആ ലക്ഷ്യത്തിൽ എത്തിച്ചേരേണ്ടത്. ഇതാണ് ഈ പാഠഭാഗത്തിലൂടെ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയുള്ള ഉദ്ദേശം. മനസ്സിലായോ? സത്യമായ മാർഗത്തിലൂടെ, നല്ല വഴിയിലൂടെ സഞ്ചരിച്ച് നല്ല ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ വേണ്ടി പ്രയത്നിക്കുക. നോക്കുക, കുറച്ച് 2 കുട്ടികളുണ്ടല്ലേ പിക്ചറിൽ, ചെറിയ കുട്ടികളതാ. രാത്തു ഹോ കിത്തനി അന്ധേരി ദീപ് ആശാ കെ ജലാവോ ധൂർ ഭാഗേഗി നിരാശ മൻമേ ഉമ്മീദേൻ ജഗാവോ. രാത്രിയിൽ എത്ര ഇരുട്ടാന്നല്ലേ? ഇരുട്ടില്ലേ, നല്ല ഇരുട്ടൊക്കെ അല്ലേ രാത്രി സമയങ്ങളില്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? രാത്രിയിലാകുമ്പോൾ ലൈറ്റ് കത്തിക്കും. ഇപ്പൊ സ്വിച്ച് ഇട്ടാ മതി അല്ലേ, ലൈറ്റ് ഇടും. നമ്മുടെ ഒരു ആഗ്രഹം അതെന്ത്, വെളിച്ചം വേണം എന്നുള്ള ഒരാഗ്രഹം. ദൂർ ഭാഗേഗി നിരാശ മൻമേം ഉമ്മീദേൻ ജഗാവോ. അപ്പൊ അവിടെ പ്രകാശം വന്നു, ഇരുട്ടിനെ ഇല്ലാതാക്കിയിട്ട് അവിടെ പ്രകാശം വരികയാണ് ചെയ്യുന്നത്. അതേപോലെ നമ്മുടെ മനസ്സിൽ നിന്ന് നിരാശ അങ്ങ് ദൂരേക്ക് കളയുക, മനസ്സിലെ ആശകളെ മാത്രം വളർത്തുക, നിരാശകളൊക്കെ ഒഴിവാക്കുക. രാത് ഹേ യദി ദിൻ ഭി ഹോഗാ ആജ് സുഖ് ഹേ സുഖ് ഭി ഹോഗാ ആജ് ദുഃഖ് ഹേ സുഖ് ഭി ഹോഗാ. രാത്രിയിൽ അതായത് ഒരു 12 മണിക്കൂർ അത് കഴിയുമ്പോൾ രാവിലെ ആവും അല്ലേ ഓട്ടോമാറ്റിക്കലി. നിങ്ങൾ ആരെങ്കിലും പറഞ്ഞിട്ടാണോ രാവിലെ ആവുന്നേ?
ആരോടെങ്കിലും പറഞ്ഞിട്ട് റെഡിയാക്കുന്നതാ അല്ല. ആ രാവിലെ ആ ടൈം കഴിയുമ്പോൾ എന്തായി മാറുന്നു? രാത്രിയായി വരുന്നു അല്ലേ? ഡേ ഓർ നൈറ്റ് മാറി മാറി വരുന്നു. അതായത് ഒരു വാഹനത്തിൻ്റെ ടയർ, അതായത് വീല് കറങ്ങുന്നത് പോലെ കറങ്ങി കറങ്ങി തിരിഞ്ഞെത്തുന്നു, അതേപോലെ വീണ്ടും കറങ്ങി തിരിഞ്ഞെത്തുന്നു. അങ്ങനെയാണ് രാത്രിയും പകലും ഉള്ളതുപോലെ നമ്മുടെ ജീവിതത്തിൽ എന്തുണ്ടാവും? ദുഃഖമുണ്ടാവാം, സുഖവും ഉണ്ടാകാം. സുഖ ഓർ ദുഃഖ് മിൽ ജുൽ കർ രഹത്തെ ഹൈ. നമ്മളെ സുഖവും ദുഃഖവും പരസ്പരം കോർത്തിണങ്ങിക്കൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത്, ഓരോരുത്തരും. അതെ, അല്ലാതെ ഡെൽവിന് കുറേ ഹാപ്പി മാത്രവും അലൻ ബെന്നിക്ക് കുറേ അതായത് ദുഃഖം മാത്രമല്ല കൊടുത്തിരിക്കുന്നത്. എല്ലാ മനുഷ്യർക്കും എന്തുണ്ട്? സുഖവും ഉണ്ട്, ഒപ്പം ദുഃഖവും ഉണ്ടാവും അല്ലേ? നമ്മൾ ഇന്ന് ചിലപ്പോൾ നല്ല ഹാപ്പി ആയിരിക്കും, പക്ഷെ നാളെ പെട്ടെന്ന് എന്തെങ്കിലും ഒരു കാരണത്തിൽ മൂഡ് ഓഫ് ആവും. അപ്പോൾ ചിലർ നമ്മുടെ മുഖം കാണുമ്പോൾ ചോദിക്കും, ആ നിനക്ക് എന്താ ഒരു മൂഡ് ഓഫ്, എന്താ നിന്റെ മുഖത്തൊരു മ്ലാനത അല്ലേ? നേരെ മറിച്ച് നല്ല ഹാപ്പി, നല്ല ചിരിക്കും, നല്ല വർത്തമാനം പറയുന്നതാണെങ്കിൽ അതും ചോദിക്കും, നിനക്ക് ലോട്ടറി അടിച്ചോ, എനിക്കിത് നല്ല ഹാപ്പി ആണല്ലോ അല്ലേ? നമ്മുടെ മുഖം കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റും സുഖമാണോ ദുഃഖമാണോ എന്നല്ലേ? അല്ലേ? അപ്പോൾ സുഖവും ദുഃഖവും എല്ലാവർക്കും ഒരുപോലെയാണ്. സുഖം മാറി വരുമ്പോൾ ദുഃഖം വരും, ദുഃഖം മാറുമ്പോൾ സുഖം വരും. ഓക്കെ. ഡോർ ആശാവോं की ധാമൈ ജീത് കെ സപ്നെ സജാവോ. അതൊരു ചരടിൽ കോർത്ത അതുപോലെയാണ് എന്ത്? സുഖവും ദുഃഖവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ അതിജീവിച്ച് മുന്നോട്ട് പോകണം. സുഖമാണെങ്കിലും ഓക്കെ, ദുഃഖമാണെങ്കിലും ഓക്കെ, നമ്മൾ അതിനെ അതിജീവിച്ച് മുന്നേറാൻ പഠിക്കണം. രാത് ഹോ കിത്തനി അന്ധേരി ദീപ് ആശാ കെ ജലാവോ തും അന്ധേരോം സേ ന ഡർന. രാത്രി എത്ര ഇരുട്ടാണ്, പക്ഷെ അപ്പോൾ നമ്മളെ ലൈറ്റ് പ്രകാശിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ ഒരിക്കലും ഇരുട്ടിനെ പേടിക്കേണ്ടതില്ല. മൻമേ ദൃഢവിശ്വാസ് ഭർണ. മനസ്സിലൊരു ഉറച്ച വിശ്വാസം വേണം. മനസ്സിൽ ഉറച്ച വിശ്വാസം വേണം. ഞാൻ ഹിന്ദിയിൽ ഫുൾ മാർക്ക് വാങ്ങും, ഒരു വിശ്വാസം നിങ്ങൾക്ക് വേണം. അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് എന്താവും? ഫുൾ മാർക്ക് കിട്ടും അല്ലേ? എന്നെ കൊണ്ടൊന്നും പറ്റില്ല, ഇതൊന്നും എനിക്ക് പറഞ്ഞ പണിയല്ല എന്ന് പറഞ്ഞാൽ നമുക്ക് പറ്റുമോ? പറ്റില്ല. നമുക്ക് ഒരു ദൃഢനിശ്ചയമാണ് നമ്മുടെ മനസ്സിൽ വേണ്ടത്. ഹോ സമയ പ്രതികൂൽ ഫിർ ബി കദം സത്പത് പർ ബഡാവോ. നിങ്ങളുടെ സമയം അനുകൂലമാകാം പ്രതികൂലമാകാം, അതായത് ഓപ്പോസിറ്റ് ആവാം, അല്ലെങ്കിൽ നേരെ ഇതിങ്ങനെയാവാം. അപ്പോൾ അങ്ങനെയാകുമ്പോൾ അനുകൂലവും പ്രതികൂലവുമായി വരുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ സംഭവിക്കുന്നത് പറയാൻ പറ്റില്ല. രാത് ഹോ ഹിത്തിനി അന്ധേരി ദീപ് ആശാ കെ ജലാവോ. രാഹ് സത്കർമ്മോ കി ചൽന ആപദാമേ മത് ബിഗർന. രാഹ് വഴിയിലൂടെ, ഏത് വഴിയുടെ സഞ്ചരിക്കുമ്പോഴും നല്ല പ്രവൃത്തികൾ, സത്കർമ്മങ്ങൾ ചെയ്തിട്ട് മുന്നോട്ട് പോകണം. വഴിയിലേ പോകുമ്പോൾ അടുത്ത വീട്ടിലെല്ലാവരെ നോക്കി കല്ലെറിഞ്ഞ് എല്ലാവരെ കൊണ്ടും പറയിപ്പിച്ചിട്ട് പോകണം എന്നല്ല പറഞ്ഞത്. പിന്നെയോ എല്ലാവരും ചീത്ത വിളിച്ച് വഴക്ക് പറഞ്ഞുകൊണ്ട് പോകണം എന്നല്ല മിസ് പറഞ്ഞത്. പിന്നെന്താ പറഞ്ഞേ? നല്ല പ്രവൃത്തികൾ, നല്ല പ്രവർത്തനങ്ങൾ, നല്ല ജോലികൾ, നല്ല കാര്യങ്ങൾ ചെയ്തിട്ട് മാത്രം നിങ്ങൾ സഞ്ചരിക്കുന്ന വഴിയിലൂടെ, സഞ്ചരിക്കുന്ന നിങ്ങളുടെ ജീവിത ഈ കാലയളവിൽ, എന്ന ജീവിതഘട്ടത്തിൽ എന്ത് ചെയ്യണം? നല്ല കാര്യങ്ങൾ ചെയ്തിട്ട് മുന്നോട്ട് പോകണം. എന്നാലോ ആപദാമേം മത് ബിഗർന. എന്ത് ആപത്ത് വന്നാലും നിങ്ങൾ ടെൻഷൻ അടിക്കരുത്. കീർത്തി പദ് തബ് മിലേഗ ലക്ഷ്യഹിത് ജബ് ബഡ്തേ ജാവോ. എന്നാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? നല്ല കീർത്തി, നല്ല പദവി കിട്ടും. പദവി മീൻസ് നമുക്കൊരു അംഗീകാരം കിട്ടും. നല്ല സ്വഭാവമുള്ളൊരു കുട്ടി ഇപ്പം നല്ല പഠിച്ച് അവൻ നല്ല ജോലി നേടി നല്ല നാടിന് വേണ്ടി നാട്ടുകാർക്ക് വേണ്ടി നല്ല സേവനം അനുഷ്ഠിച്ചു കൊണ്ടൊരു കുട്ടി ചെയ്യുന്നതാണെങ്കിൽ അതാണ് അവൻ്റെ യഥാർത്ഥ അംഗീകാരം അല്ലേ? ആണോ? അല്ലാതെ ഒരുത്തൻ ഒന്നും പഠിക്കുകയും ചെയ്യില്ല, സ്കൂളിൽ നിന്നാണെങ്കിൽ ടീച്ചർമാരും മാഷന്മാരും വഴക്ക് കേട്ട് അവന് തഴമ്പായി, പേരൻസിൻ്റെയും വഴക്ക് കേട്ട് തഴമ്പായി, എന്നിട്ട് ഇതിൽ ഇങ്ങനെ നടക്കുന്നു, ഒന്നും പണിയുമില്ല, വേലയില്ല, ഒന്നുമില്ല, നാട്ടുകാർക്ക് ദ്രോഹം, വീട്ടുകാർക്ക് ദ്രോഹാണെങ്കിലോ അതാണോ അവന് കിട്ടുന്ന അംഗീകാരം? അത് അംഗീകാരമാണോ? പദവിയാണോ അവർക്ക് കിട്ടുന്നത്? നോ അല്ലേ? അംഗീകാരമല്ല. നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ എപ്പോഴും നല്ല പ്രവർത്തനങ്ങൾ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. മറ്റുള്ളവരെ കൊണ്ട് നല്ലത് മാത്രം പറയിപ്പിക്കുക. രാത് ഹോ കിത്തനി അന്ധേരി ദീപ് ആശാ കെ ജലാവോ മഞ്ചിലെ മിൽനെ ലഗേ ജബ് മുദിത് മനെ ഗിൽനെ ലഗേ ജബ്. നമുക്ക് എപ്പോഴും നമ്മുടെ മനസ്സിലൊരു ലക്ഷ്യം ഉണ്ടാവണം.
നമ്മളെ ഇപ്പൊ എന്ത് കാര്യം ആയിക്കോട്ടെ അതിലൊരു ലക്ഷ്യം നമ്മളെ മനസ്സിൽ കരുതി കഴിഞ്ഞാൽ നമുക്ക് അവിടെ എത്താൻ പറ്റും. അവിടെ എത്താൻ പറ്റും. അത് മിസ്സിന്റെ അനുഭവത്തിലുള്ളതാണ് കേട്ടോ. നമുക്ക് ആദ്യം തോന്നും അങ്ങനെ ആവുമെന്ന്. എങ്ങനെയാ സംഭവിക്കുക, അത് പറ്റുമോ എന്ന് നമ്മുടെ മനസ്സിൽ തോന്നും. ചിലപ്പോൾ പിന്നോട്ടാവാം. പക്ഷെ എങ്കിലും അത് ഞങ്ങൾ നേടിയെടുക്കും, ഞാൻ നേടിയെടുത്തേ തിരിച്ചു മടങ്ങൂലൂ എന്നുള്ളൊരു ഉറച്ച ശബ്ദം എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് നേടാൻ പറ്റും. അത് സരിത മിസ്സിന്റെ ജീവിതത്തിൽ അനുഭവമുണ്ട്. എന്താന്നുള്ളൊരു സംശയം ഉണ്ടാവുമല്ലേ നിങ്ങൾക്ക്? ഉണ്ടോ? ഫസ്റ്റ് ഹിന്ദി സംശയം ഉണ്ടോ? ജോലിയുടെ കാര്യത്തിലാണോ? യെസ്. ഒന്നത് ഹിന്ദി ടീച്ചർ ആയത് തന്നെ മിസ്സിന്റെ പഴയ 5ാം ക്ലാസ് തൊട്ടുള്ള മിസ്സിന്റെ എന്താണ് ലക്ഷ്യമാണ്. ഫസ്റ്റ് മിസ്സിനപ്പോൾ കേരള സിലബസിലെ 5th സ്റ്റാൻഡേർഡിലാണ് ഹിന്ദി അക്ഷരം തൊട്ട് തുടങ്ങുന്നത്. അപ്പോൾ തന്നെ ഹിന്ദിയുടെ ഭയങ്കര ഭ്രമമായിരുന്നു മിസ്സിന്. അവിടെ എവിടെ വാക്കുകൾ റഫായിട്ട് എഴുതിയെടുക്കും, അതിൻ്റെ മീനിങ്സ് ചോദിച്ചു വെക്കും ടീച്ചേഴ്സിനോട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് അപ്പോൾ തന്നെ ക്ലാസ്സിൽ തീർത്തിട്ടേ വരുള്ളൂ വീട്ടിലേക്ക്. ഹിന്ദിയുടെ കാര്യമാണ് പറഞ്ഞത് കേട്ടോ, ബാക്കി സബ്ജക്റ്റ് ഇഷ്ടമല്ല. അപ്പോൾ എനിക്കൊരു ലക്ഷ്യം ഉണ്ടായിരുന്നു അന്ന്. എൻ്റെ മനസ്സിലൊരു ധാരണ ഉണ്ടായിരുന്നു അന്ന്, എനിക്കൊരു ഹിന്ദി ടീച്ചർ ആയിട്ട് അറിയപ്പെടണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അത് തന്നെ എൻ്റെ മനസ്സിൽ ലക്ഷ്യത്തോടെ വിചാരിച്ചു. ആ ലക്ഷ്യത്തിൽ തന്നെ ഞാൻ എത്തി. പല സ്കൂളിലും വർക്ക് ചെയ്തിട്ടുണ്ട്, ഗവൺമെൻറ് സ്കൂളിലടക്കം വർക്ക് ചെയ്യേണ്ടി വന്നു. അതേപോലെ തന്നെയാണ് എൻ്റെ ഡ്രൈവിങ്ങിൻ്റെ കാര്യം. ഞാൻ ആദ്യം സംശയിച്ചിട്ടായിരുന്നു, എനിക്ക് പറ്റുമോ, വാഹനങ്ങൾ അടുത്ത് വരുമോ, പേടി വരുമോ, അങ്ങനെ എന്തെല്ലോ സംശയം ഉണ്ടായിരുന്നു. പക്ഷെ എൻ്റെ മനസ്സിൽ ഒറ്റ വാശിയായിരുന്നു, ഒരു തവണയെങ്കിൽ ഒരു തവണ വണ്ടി എടുത്തിട്ട് പോകുന്നത്, ഒരു ലൈസൻസും കൊണ്ട് പോകുന്നത് ഒരു ഇതന്നെയല്ലേ. മിസ് ഉറച്ച വിശ്വാസം എടുത്തു, അതേപോലെ പ്രയത്നിച്ചു, അതും ഓക്കെ. അപ്പോൾ അതാ പറഞ്ഞത് നിങ്ങളോട്, എത്ര സിമ്പിൾ കാര്യം ആയിക്കോട്ടെ അല്ലെങ്കിൽ എത്ര ടഫുള്ള കാര്യം ആയിക്കോട്ടെ, എങ്ങനെയായാലും നമ്മളത് ഒരു ലക്ഷ്യത്തിൽ നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറ്റുന്നതന്നെ നമ്മളെ മനസ്സിൽ പറയണം. നമുക്കത് സാധിക്കും. നമുക്ക് എന്തുകൊണ്ട് സാധിക്കുന്നില്ല, നമ്മളെന്നെ സ്വയം ചോദിച്ചാൽ മതി. അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ ആ പദവിയിൽ അല്ലെങ്കിൽ ആ ലക്ഷ്യത്തിൽ തന്നെ നമുക്ക് എത്താൻ വേണ്ടി പറ്റും. മനസ്സിലായോ പറഞ്ഞത്? അലൻ ബെന്നി ആകെ ഇങ്ങനെ ഞെട്ടിപ്പോയോ? നിങ്ങൾക്ക് ആരാവാനാണ് ആഗ്രഹം? ഡെൽവിൻ പഠിച്ചിട്ട് ആരാവാനാണ് ആഗ്രഹം? ഒന്നുമില്ല, അങ്ങനെയൊന്നുമില്ല മനസ്സിലായി. ഇങ്ങനെ നടന്നാൽ മതി എന്നാണോ അലൻ ബെന്നിക്ക്? അലൻ ബെന്നിക്ക് എന്താ? ഇനി ആരോടെങ്കിലും ചോദിച്ചാ ഈ ക്ലാസ് തന്നെ കളിയേക്കോ ചോദിച്ചു കഴിഞ്ഞാല്? അപ്പൊ ആരും ആവണ്ട, ഇങ്ങനെ എങ്ങനെ ഇരുന്നാ മതി എന്നാണോ? ഹെവന്റെ ഒന്ന് പറഞ്ഞ മോനെ ഫ്യൂച്ചർ പ്ലാൻ. സ്വപ്നം കാണാലോ, പറഞ്ഞോ. സയന്റിസ്റ്റ്. ഓക്കെ, ഗുഡ്. അലൻ ബെന്നി? ശ്രീവിഷ്ണുന്റെ പറഞ്ഞേ ഫ്യൂച്ചർ പ്ലാൻ. ടെക്നിക്കൽ എഞ്ചിനീയർ, എയറോനോട്ടിക്കൽ. ടെക്നിക്കൽ എഞ്ചിനീയർ, ഓക്കെ. ജോയലേ? എല്ലാരും പോയി. ജോയൽ. അഫ്രാസേ ഫ്യൂച്ചർ പ്ലാൻ പറഞ്ഞേ. ഒന്നുമില്ല, ഇങ്ങനെ നടന്നോളാന്നല്ലേ, ഓൺലൈനിൽ ക്ലാസ്സും കൊണ്ട് ഇങ്ങനെ നടന്നോളാന്നാ ഇതൊന്ന് സൂചിച്ചിട്ട്. നമുക്കൊരു ലക്ഷ്യം വേണ്ടടാ, പഠിച്ചിട്ട് ഞാൻ ഇന്ന ആളാവുന്ന്. അങ്ങനൊന്നുമില്ല, തീരുമാനം എടുത്തിട്ടില്ല. അലൻ പറഞ്ഞോ, ഫ്യൂച്ചർ പ്ലാൻ എന്താ പറഞ്ഞേ? നമുക്ക് അങ്ങനെയുള്ളത് ബാംഗ്ലൂരില് ബദേൽ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ടേ, അവിടെ പോണമെന്നുണ്ട്. അവിടെ ചെറിയ ജോലി വേണം. ഓക്കെ. ജോയലെ ഫ്യൂച്ചർ പ്ലാൻ പറഞ്ഞേ.
പണിയൊന്നും എടുക്കാണ്ട് സുഖമായിട്ട് തിന്നു കുടിച്ച് ഇരിക്കണം. നല്ല കാര്യം. അപ്പനോട് അമ്മയോട് ഇപ്പോഴേ കുറേ ഡെപ്പോസിറ്റ് ചെയ്തോന്ന് പറ. ഒരു 10-50 വർഷത്തേക്ക് കഴിക്കേണ്ടത് കേട്ടോ. ഹലീമ, ഫ്യൂച്ചർ പ്ലാൻ ഉണ്ടോ? ഹലീമ യൂണിഫോം അല്ല മിസ്സേ. ആ അതാ യൂണിഫോം ഇടാതിരിക്കുന്നല്ലേ. വന്ന തന്നെ ഭാഗ്യം. ഹരിയുടെ ഫ്യൂച്ചർ പ്ലാൻ പറഞ്ഞേ. നെറ്റിന്റെ പ്രശ്നമുണ്ടോ? ആർമി. ഹരിനന്ദ് സൂപ്പറാണ് കേട്ടോ. ഹരിനന്ദ് ഉണ്ടാക്കിയ കൊമ്പൻ ബസ്സെല്ലാം കണ്ടിട്ടില്ലേ നിങ്ങള്? നല്ലൊരു കയ്യടി കൊടുത്തവന്. കേട്ടോ, നല്ലൊരു കയ്യടി കൊടുത്തേ. അവനെ പ്രോത്സാഹിപ്പിക്കണം നിങ്ങള്. ഏത് മോഡൽ? എങ്ങനെ അനന്തെന്താ പറഞ്ഞേ? അവൻ കണ്ടിട്ടില്ലേ? അവന്റെ സ്റ്റാറ്റസ് ഫോട്ടോ ഒന്നും കണ്ടിട്ടില്ല. ഒന്ന് അയച്ചു കൊടുക്കണടാ ഹരി. ഗ്രൂപ്പിൽ അയച്ചാലും മതി. അതിൽ നമ്മളെ പ്രോത്സാഹിപ്പിക്കണല്ലോ. ഓക്കെ, അതിന്റെ ബാക്കി ജനനി കാ അഭിമാൻ മൻകർ രാഷ്ട്ര കാ ഗൗരവ് ബഡാവോ എന്ന് പറഞ്ഞാല് നമ്മുടെ ഭാരതമാതാവിന്റെ അഭിമാനമായി തീരണം നമ്മള്. എന്നിട്ട് നമ്മുടെ രാഷ്ട്രത്തിന് യശസ് വർദ്ധിപ്പിക്കുക. രാഷ്ട്രത്തിനാണ്, നമ്മുടെ രാജ്യത്തിനാണ് അതിന്റെ പ്രശസ്തി ഉണ്ടാവുക. നിങ്ങളിപ്പോൾ ട്രൂലൈറ്റ് സ്കൂളിൽ പഠിക്കുന്ന നിങ്ങൾ ഒരു നല്ല നിലയിൽ എത്തിക്കഴിഞ്ഞാൽ എന്താണ് ആർക്കാ പേരുണ്ടാവുക? ട്രൂലൈറ്റ് സ്കൂളിനും കൂടി പേരാന്നല്ലേ. ആ കുട്ടി ട്രൂലൈറ്റ് സ്കൂൾ പഠിച്ചതാ അല്ലേ, അവൻ മിടുക്കനാ, അങ്ങനെ പറയല്ലേ. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ നല്ല വഴി നല്ലൊരു പേര് സമ്പാദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തിനാണ്, നമ്മുടെ രാഷ്ട്രത്തിനാണ് അതിൻ്റെ അഭിമാനം വർദ്ധിക്കുക. അപ്പോൾ നമ്മുടെ ഭാരത മാതാവിന് കൂടി അഭിമാനമുള്ളത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നല്ല വഴിയിലൂടെ സഞ്ചരിച്ച് നല്ല പ്രവൃത്തികൾ ചെയ്ത് രാജ്യത്തെ സേവിക്കുക. രാത്രി ഹോ കിതനി അന്ധേരി ദീപ് ആശാ കെ ജലാവോ ദൂർ ഭാഗോഗി നിരാശ മൻമേം ഉമ്മീദെ ജഗാവോ. രാത്രിയിൽ നമ്മൾ പ്രകാശം ലൈറ്റ് കത്തിക്കുന്നത് പോലെ, അതായത് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ മനസ്സിലുള്ള നിരാശ അങ്ങ് അകറ്റിയിട്ട് അവിടെ ആശകൾ മാത്രം വിതറുക. എങ്കിലത് ലക്ഷ്യസ്ഥാനത്ത് എത്താൻ വേണ്ടി സാധിക്കും എന്നാണ് കവി പറയുന്നത്. ക്ലിയർ ആയോ? അത് പോയം ക്ലിയർ ആയോ? യെസ്. ഒന്ന് വായിക്കാമോ? ഹെവൺ തുടങ്ങിക്കോ, സ്റ്റാർട്ട് ചെയ്തോ. ഹെവൺ. മിസ്സേ ഹെവൻ മുങ്ങി. ഹരി ആ പോയം ഒന്ന് ഉറക്കെ വായിച്ചേ. പോയം വായിക്കാനാ? ആ, രാത് ഹോ കിതനെ अंधेरी अंधेरी दीप आशा को जलाओ आशा के जलाओ दूर भागोगी निराशा मन में उम्मीद जगाओ उम्मीद जगाओ रात हो संधि दिन भी होगा आज दुख हो सुख भी होगा टोर आशाओं की यामें जीत को सपने सजाओ रात हो कितनी अंधेरी
दीप आशा को जलाओ तुम अंधेरी रोम से न डरना 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 मन में दूत दृढ़ विश्वास दृढ़ विश्वास भरना हो समय प्रतिकूल फिर भी कदम गंदम कदम सत्पद कदम सपद पर बदाऊं रात हो कितने अंधेरी दीप आशा को जलाओ राह सत में की ഓക്കെ ഓക്കെ ബാക്കി ഞാൻ വേറെ വായിപ്പിക്കാം. ജോയൽ വായിച്ചോ. ജോയൽ പ്ലീസ് അൺമ്യൂട്ട്. മിസ്സേ എനിക്ക് തോന്നുന്നു ജോയൽ കേൾക്കുന്നില്ലെന്ന്. ജോയൽ ക്യാൻ യു ഹിയർ മീ? ജോയലേ പിന്നെ ഞങ്ങൾ ഇത്തിരി സമയം ക്ലാസ്സിലിരുന്നേ. കേൾക്കുന്നില്ലെന്നാ തോന്നുന്നേ. ആരെങ്കിലും എഴുന്നേൽപ്പിക്കാൻ പോണ്ടി വരുവോ? ജോയൽ അലൻ വായിച്ചോ. ആ ജോയൽ കേട്ടു. ഉറക്കത്തിലായിരുന്നുടാ. സെക്കൻഡ് പേജ് വായിച്ചേ ജോയലേ. പേജ് നമ്പർ 93 പോയം വായിക്കേ. എവിടെയായിരുന്നു ഇത്ര നേരം? മിസ്സേ ജോയല് ഹെഡ്സെറ്റ് വെച്ചേക്കുമായിരുന്നു, അത് ഊരി വെച്ചു. അല്ല മിസ്, ഞാൻ മറ്റേ എല്ലാവർക്കും കേൾക്കുന്ന ആ രീതിയിലാക്കിയിട്ട. ഓക്കെ. രാഹ് സത്കർമ്മോ കി ചലന അത് വായിക്കും. ഈ ചലന രാഹ് आपदा में मत बिगड़ना. आपदा में मत बिगड़ना. कीर्ति पद तब कीर्ति पद मिलेगा. तब मिलेगा. लक्ष्य हित जब लक्ष्य हित जब लक्ष्य हित जब बढ़ते जाओ. ബാക്കി അലൻ വായിച്ചേ. അലൻ ബെന്നി. മിസ്സേ കയ്യില് ടെക്സ്റ്റ് ഇല്ല മിസ്സേ. എവിടെ പോയി? വേറെ വീട്ടിലാ ഉള്ളേപ്പം. വേറെ വീട്ടിലേക്ക് പോകുമ്പോ എല്ലാ ബുക്കും എടുത്തിട്ട് പോവാൻ മാനില്ലേ? ഡെൽവിൻ വായിച്ചേ. പെട്ടെന്ന് വന്നാ അമ്മച്ചീനെ ആശുപത്രി കൊണ്ടുപോകണമായിരുന്നു, അതുകൊണ്ട് പെട്ടെന്ന് വന്നു. അതെയോ? ഡെൽവിൻ എന്താടാ?
അവന്റെ ഫോണിന് എന്തോ കംപ്ലൈന്റ് എപ്പോഴും ഇങ്ങനെ അവന്റെ അടുത്ത് എന്തേ പറഞ്ഞാ പിന്നെ തിരിച്ചു പറയുന്നത് ഇച്ചിരി കേൾക്കുന്നുള്ളൂ. എന്തോ ആക്കി വെച്ചു അല്ലേ സ്പീക്കർ? നല്ല കാര്യം. ഒന്നും ക്ലിയർ ആയിട്ട് കേൾക്കുന്നില്ല. ഹലീമ വായിച്ചോ? हलीमा रात हो कितनी अंधेरी दीप आशा के जलाओ വായിക്കുന്നില്ലേ? മിസ് ക്ലിയർ ആവുന്നില്ല. എനിക്ക് ക്ലിയർ ആവുന്നുണ്ട്, നീ പാടിക്കോ. പേജ് നമ്പർ 93. അല്ല മിസ്സേ, ക്ലിയർ ആവുന്നില്ലെങ്കിൽ ഹലീമ എന്ന് വിളിച്ചത് ഇങ്ങനെ അവള് കേട്ടെ. അതാ പറഞ്ഞേ. ഇത് നമ്മളെ ഓൺലൈൻ ക്ലാസ്സിലെ മടിയന്മാരെ നമ്മൾ കാണുന്നില്ലേ, ചോദിക്കുമ്പോ ഇങ്ങനെ വായി വളച്ച് നിൽക്കുന്നതും നെറ്റില്ല മിസ് എന്ന് പറഞ്ഞിട്ട്, അതുപോലത്തെ അവസ്ഥയെന്ന് തോന്നുന്നുണ്ട്. ബാക്കിയുള്ളവരും എവിടെ പോയെന്നറിയോ? ജസ്റ്റസ്, ജുവാന, ആരും ലീവ് പറഞ്ഞിട്ട് കാണുന്നില്ല. ശ്രീവിഷ്ണു ആദ്യത്തെ ക്ലാസ് തൊട്ട് നെറ്റ് കുറവായിരുന്നു. അവന് പൊതുവേ ഉണ്ട്, നെറ്റേ ഇല്ല അവന്റെ വീട്ടില്. പിന്നെ ജസ്റ്റിസ് ഒക്കെ കേറണ്ട, ജുവാന അതെ. ഞാനിന്ന് പരക്കെ ഗ്രൂപ്പിൽ മെസ്സേജ് ഇടാം. ആദരയും കേറിയില്ല. ആദരവിനെ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്, കേറാൻ പറ്റില്ല എന്നിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അവർക്ക് എന്തോ അത്യാവശ്യം ഉണ്ടെന്ന് പറഞ്ഞിട്ട്. ഓക്കെ, എല്ലാരും ഒരുമിച്ചാണല്ലോ ലീവ് ആയത്. അതന്നെ. അപ്പൊ എല്ലാവരും ഒരു കാര്യം ചെയ്തോ, ആ പോയം ഒരു 4-5 പ്രാവശ്യം വായിച്ചോട്ടോ എല്ലാവരും. നമുക്ക് ഇന്നത്തെ ക്ലാസ് നിർത്താം. ഓക്കെ, ബൈ. ബൈ മിസ്, തിങ്കളാഴ്ച കാണാം. ഓക്കെ, തിങ്കളാഴ്ച നേരിട്ട് കാണാം.